നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എം.വി. ഗോവിന്ദൻ എന്തിനാണ് ഇങ്ങനെ ഹാലിളകി നടക്കുന്നത്? പേ പിടിച്ചതുപോലെ തെക്ക് വടക്ക് ഓടുന്നു. കയ്യിൽ കിട്ടുന്നവരെ കടിച്ചു കീറാനും നിൽക്കുന്നു. എന്തിനാണ് ഈ പൊള്ളുന്നത്? മഞ്ജുഷയ്ക്ക് നേരെ ചീറി അടുക്കുകയാണ് എം.വി. ഗോവിന്ദൻ. CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ഇതാണ് എം.വി. ഗോവിന്ദന്റെ സ്വരം. എം.വി. ഗോവിന്ദന്റെ ഈ ഉമ്മാക്കികളൊക്കെ പാർട്ടി ആഫീസിൽ വെച്ചാൽ പോരെ? മഞ്ജുഷയുടെ മുന്നിൽ അതൊന്നും ചെലവാകില്ല. അവർ ശക്തമായി തന്നെ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവിന് നീതി ലഭിക്കണം, അതാണ് അവരുടെ ആവശ്യം. അല്ലെങ്കിൽ എല്ലാ കാലവും നിങ്ങൾ CPMകാർ ചാപ്പ കുത്തിയതുപോലെ അല്ലെങ്കിൽ എല്ലാ കാലവും CPMകാർ മുദ്ര കുത്തിയതുപോലെ നവീൻ ബാബു കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കപ്പെടും. അത് ആ മക്കൾക്ക് താങ്ങാനാവില്ല. ആ മക്കൾക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കണം തങ്ങളുടെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന്. അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ് അവർ. അതുകൊണ്ട് അവർ ഏതറ്റം വരെയും പോകും. ഈ പാർട്ടിക്കോ പാർട്ടിയുടെ കുതുകാൽ വെട്ടിനോ ഒന്നും തന്നെ തടഞ്ഞു നിർത്താൻ കഴിയില്ല മഞ്ജുഷ എന്ന സ്ത്രീയെ. അവർ ശക്തമായി തന്നെ പൊരുതാൻ തീരുമാനിച്ചുറച്ച സ്ത്രീയാണ്. അവർ ഹൈക്കോടതിയിൽ പോയതും CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടതുമൊക്കെയാണ് ഇപ്പോൾ CPMന് അങ്ങ് കുരുപൊട്ടാൻ കാരണം. പാർട്ടിയോട് ആലോചിക്കാതെ അത്തരത്തിലൊരു തീരുമാനം എടുത്തു പോലും. ഇക്കാര്യമൊക്കെ എന്തിനാണ് അവർ പാർട്ടിയോട് ആലോചിക്കുന്നത്? അതിന്റെ ന്യായം എന്താണ്? അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ പാർട്ടി അവരോട് കാണിച്ചതാണ് ഏറ്റവും വലിയ അനീതി. അതായത് നാറിയ കളികളാണ് CPM ഇതിൽ കളിച്ചിട്ടുള്ളത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് നിങ്ങളെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു നിങ്ങൾ ദിവ്യയ്ക്കൊപ്പമാണ് എന്നുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ല. പകരം എല്ലാ തെളിവുകൾ നശിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് CPMൽ നിന്ന് ഒരു നീതിയും കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതോടെയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ എം.വി. ഗോവിന്ദന് പറ്റില്ല. എം.വി. ഗോവിന്ദന് ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്നുള്ള അവസാന വാക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കാര്യം അന്വേഷിക്കാനും അതിൽ ഏതു തരം അന്വേഷണം വേണമെന്നും ആരെ സമീപിക്കണം എന്നുമൊക്കെയുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കെൽപ്പുള്ളവരാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിലുള്ളവർ. അതായത് അദ്ദേഹത്തിന്റെ സഹോദരനും ഭാര്യ മഞ്ജുഷയും ഒക്കെ. ആ കുടുംബത്തിലേക്ക് തലയിടാൻ CPMന് എന്താണ് അധികാരം, എന്താണ് അവകാശം? ഭയക്കേണ്ടത് ഇനിയിപ്പോൾ മഞ്ജുഷയെ ഇവർ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുമോ എന്നുള്ളതാണ്. കള്ളക്കേസിൽ കുടുക്കാനും അപായപ്പെടുത്താനും ഒക്കെ ഇവരോളം ചാതുര്യം മറ്റാർക്കുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ഇനി CPMൽ നിന്നുണ്ടാകുമോ എന്ന് മഞ്ജുഷ ഒന്ന് കരുതലോടെ ഇരിക്കുന്നത് നന്നായിരിക്കും. പെട്രോൾ പമ്പ് മാഫിയയുമായി ബന്ധപ്പെട്ട് എം.വി. ഗോവിന്ദന്റെ കുടുംബത്തേക്ക് അന്വേഷണം വല്ലതും എത്തുമോ? അത്തരത്തിലുള്ള ഭയം വല്ലതുമാണോ ഇനി എം.വി. ഗോവിന്ദനുള്ളത്? അതുകൊണ്ടാണോ CBI അന്വേഷണം എന്ന് കേട്ടതോടെ ഇപ്പോൾ മൂട്ടിൽ തീ പിടിച്ചതുപോലെ എം.വി. ഗോവിന്ദൻ തെക്ക് വടക്ക് ഓടുന്നത്? മനസ്സിലാകുന്നില്ല. PK ശ്യാമളയ്ക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഊണിലും ഉറക്കത്തിലുമെല്ലാം എം.വി. ഗോവിന്ദനും PK ശ്യാമളയ്ക്കുമൊക്കെ PP ദിവ്യയെ സംരക്ഷിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. വെറുതെയാണോ ഈ കണ്ണൂർ CPM നേതൃത്വം ഒരു മാഫിയ സംഘമാണെന്ന് പരിഹാസ രൂപേണ പലരും പറയുന്നത്? നിങ്ങളുടെ രീതികളും ചെയ്തികളുമൊക്കെ അത്തരത്തിലാണ്. ഇപ്പോൾ ഈ മാഫിയ കൂട്ടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ചില തുറന്നു പറച്ചിലുകൾ പുറത്തേക്ക് വരികയാണ്. CPMന്റെ ആജന്മ ശത്രുവാണ് ചില പ്രസ്താവനകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സർക്കാർ പോറ്റുന്ന മാഫിയകളെക്കുറിച്ച് കേരളത്തിൽ ആരെങ്കിലും ഗൗരവതരമായ പഠനം നടത്തിയിട്ടുണ്ടോ? മാധ്യമ സിൻഡിക്കേറ്റിനെ കുറിച്ച് പ്രബന്ധങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഭരണകൂടത്തിന്റെ തിന്മകൾ മറച്ചു പിടിക്കാനായിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രഹരശേഷി തകർക്കാനായിരുന്നു അതിന്റെ ലക്ഷ്യം. അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: കേരളം എന്ന ക്രിമിനൽ ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റിന് ജന്മം കൊടുത്ത കാട്ടാളനെ വെള്ളപൂശി കാണിക്കുക. അതവർ സാധിച്ചു. ഇഷ്ടമില്ലാത്തവരെ കുലംകുത്തിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോമരങ്ങൾ അത് ഏറ്റെടുത്തുകൊള്ളും. ഇന്നലെ വരെ മാലാഖയായിരുന്ന മഞ്ജുഷയെ ഇന്നവർ താടകയായി ചിത്രീകരിക്കുന്നത് കണ്ടില്ലേ? CPM ഇപ്പോൾ
ആ കുടുംബത്തിനെതിരെ, നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരെയും മഞ്ജുഷയ്ക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയാണ് ശക്തിധരൻ. ശക്തിധരൻ കുറിച്ചിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവരുടെ സ്വാധീന ശക്തി എത്ര അതികഠിനമെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇന്നത്തെ മനോരമയിൽ നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച ഹൈക്കോടതിയുടെ തീരുമാനം 10ാമത്തെ പേജിലേക്ക് ഒതുക്കിയത് എന്തുകൊണ്ടെന്ന് പരിശോധിച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് ചത്തുകളയുമെന്ന് വീമ്പു പറയുന്ന അസ്പൃശ്യത ഇന്നില്ല. പത്രാധിപരും സഖാവും ഒന്നിച്ചിരുന്ന് വീഞ്ഞു മോന്തുന്ന കാലമാണത്. CPMന്റെ ആരാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ? ഗോവിന്ദന്റെ പര്യായമാണോ CPM? MV ഗോവിന്ദനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചൂഴ്ന്നു നിൽക്കുന്ന എത്രയെത്ര വിവാദങ്ങൾ കേരളത്തെ നടുക്കിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും മനോരമ ഗൗരവത്തോടെ പ്രതികരിച്ചിട്ടുണ്ടോ? ആരാണ് ഗോവിന്ദനും മനോരമയും തമ്മിലുള്ള പാലം? ഗോവിന്ദന്റെ കുടുംബത്തിലെ ആരെങ്കിലുമാണോ ദല്ലാൾ? എത്ര കോടിയാണ് മനോരമയ്ക്ക് മാസപ്പടിയായി കൊടുക്കുന്നത്? മുഖ്യമന്ത്രി തന്നെ കുറ്റകൃത്യങ്ങളുടെ പ്രഭവ കേന്ദ്രമായ മറ്റേത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ നിന്നുള്ളത്? മുഖ്യമന്ത്രിയല്ലേ കേരളത്തിൽ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ തലവൻ? ജനാധിപത്യത്തെ മറയാക്കി പാർട്ടി സിൻഡിക്കേറ്റിന്റെ കയ്യിലാണ് സമസ്ത അധികാരവും. കേരളത്തിലെ ഭൗതിക പ്രതിഭകളെ കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുന്നത് നക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടല്ലേ? സർക്കാർ പോറ്റുന്ന മാഫിയകളെ ഒന്നൊന്നായി മാളങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ഞങ്ങളിവിടെ ലക്ഷ്യമിടുന്നത്. ഇത് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള തുടക്കമാണ്. അത് ഭാരിച്ച പണിയാണെന്ന് അറിയാഞ്ഞിട്ടല്ല. കാരണഭൂതനെയും കാരണഭൂതങ്ങളെയും പിടിച്ചുകെട്ടാൻ ആരെങ്കിലും വേണ്ടേ ഇവിടെ? പിണറായി എന്ന ഗ്രാമത്തിലെ താന്തോന്നിയായിരുന്ന ഒരു യുവാവ് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് കൗശലപൂർവം ഭരണസാരഥ്യം തട്ടിയെടുത്തത് എന്നറിയണ്ടേ? ഇതാരുടെയെങ്കിലും ജീവിതകഥയല്ല. ആരുടെയും അടിവേരുകൾ ഇതാരുടെയെങ്കിലും ജീവിതകഥയല്ല. ആരുടെയും അടിവേരുകൾ തേടി പോകുകയുമല്ല. രാഷ്ട്രീയ പ്രവർത്തകർ ഏകാധിപതികളായി മാറുമ്പോൾ അപരാധങ്ങൾ ചെയ്തു കൂട്ടുന്നതിൽ മത്സരബുദ്ധിക്കാരാകുക സ്വാഭാവികം. തിരുത്തപ്പെടുന്നതിനും അതീതരായും മാറാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഉന്നത ഉദ്യോഗസ്ഥ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ നിന്ന് ഇരു കൈകളും കൂപ്പി കേഴുന്നത് കേരളം കേൾക്കുന്നില്ലേ? അനീതിക്കെതിരെ തീപ്പന്തം പോലെ കത്തും എന്ന് പ്രാസം വെച്ച് വീമ്പടിച്ചിരുന്ന മുഖ്യമന്ത്രി ഏത് മാളത്തിലാണിപ്പോൾ ഒളിച്ചിരിക്കുന്നത്? അതോ രക്തക്കറ ആ കൈകളിൽ തന്നെയാണോ കട്ട പിടിച്ച് കിടക്കുന്നത്? ഇവിടെയും വേഷപ്രച്ഛന്നനായി നടക്കുകയാണോ ആ പിശാച്? ഇതാണ് ശക്തിധരൻ കുറിച്ചിരിക്കുന്നത്. രക്തക്കറ ആരുടെ കൈകളിലാണ് പുരണ്ടിരിക്കുന്നത്? ശരിക്കും അതാണ് വ്യക്തമാകാത്തത്. ഇവരുടെ മാഫിയ ബന്ധങ്ങളെക്കുറിച്ചും എല്ലാം തന്നെയാണ് ശക്തിധരനും പല ആവർത്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവീൻ ബാബു വിഷയത്തിൽ ആ കുടുംബത്തെ സഹായിക്കാൻ ഈ പാർട്ടി ഉണ്ടാവില്ല. പകരം നവീൻ ബാബു കാട്ടുകള്ളനാണ് എന്ന് വരുത്തി തീർത്ത് ദിവ്യയെ രക്ഷിക്കാനുള്ള നീക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിന് കുട പിടിക്കുന്നത് MV ഗോവിന്ദനാണ്. ഇനി രക്തക്കറ പുരണ്ടിരിക്കുന്നത് MV ഗോവിന്ദന്റെ കൈകളിലാണോ? അതും ഒരു ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.